ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഹീറോയുടെ എക്സ്പൾസ്. ഞാനിപ്പോൾ ഈ വണ്ടി മേടിച്ചിട്ട് ഓൾമോസ്റ്റ് 4 ഡേയ്സായി. ഓൾമോസ്റ്റ് 99 കിലോമീറ്റേഴ്സ് ഞാൻ ഈ വണ്ടിയിൽ കവറാക്കി. അപ്പോൾ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും പിന്നെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് എനിക്ക് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, അതേപോലെ കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. അതെന്താണെന്ന് അറിയുന്ന ഈ വീഡിയോ ഫുള്ളായിട്ട് അങ്ങ് കാണുക. അപ്പോൾ വീഡിയോ ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും തുടങ്ങുന്ന മുമ്പ് നമുക്ക് ഈ വണ്ടിയുടെ സ്പെക്സും കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു വിൻസ്ക്രീൻ കാണാം, പിന്നെ ഒരു നല്ലൊരു ഹെഡ്ലൈറ്റ്. എനിക്ക് അത്ര ഞാൻ നൈറ്റ് അധികം ഓടിച്ചിട്ടില്ല. ഇതൊരു ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റാണ്. പിന്നെ ഒരു ഗ്രാബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഓഫ് റോഡൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും കുടുങ്ങിയെങ്കിൽ ജസ്റ്റ് വണ്ടി വലിച്ചെടുക്കാൻ വേണ്ടി ഒരു ഗ്രാബ്. ഇത് കൊടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു നല്ലൊരു ലോങ് ഫെൻഡർ കൊടുത്തിട്ടുണ്ട്. പഴയ എക്സ്പൾസിനെ കാട്ടിൽ ഈ പുതിയ ഫെൻഡർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഡിസൈനൊക്കെ അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ടയർ സൈസ് വരുന്നത് ഫ്രണ്ട് 90/90 21 ഇഞ്ച് ടയർസാണ്. അതേപോലെ ബാക്ക് ടയർ വരുന്നത് 120/80 സ്പോക്ക് വീൽസ് ട്യൂബ് ടയർസ് തന്നെയാണ്. ഇത് ഈ ടയർസിനെ പറ്റി പറയുമ്പോൾ ടയർസിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ പോസിറ്റീവ് നെഗറ്റീവിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ രണ്ടൊരു വളഞ്ഞൊരു മിറർ കാണാം. ഇത് അത്യാവശ്യം നല്ലതാണ്. നമുക്ക് നിന്നൊക്കെ ഓടിക്കുമ്പോൾ മിറർ തട്ടാതിരിക്കാൻ അതേപോലെ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. സോ അത് എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. പിന്നെ സ്വിച്ചസ് വരുന്നുണ്ട്. പിന്നെ അടിപൊളി നല്ലൊരു TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. എല്ലാം നമുക്ക് ഫോൺ കണക്ടിവിറ്റി ഉണ്ട്. ബ്ലൂടൂത്ത് വഴി നമുക്ക് ഫോൺ കണക്റ്റ് ആക്കാം. പിന്നെ ഗിയർ ഇൻഡിക്കേറ്റർ, ട്രിപ്പ് 1, ട്രിപ്പ് 2, ഫ്യൂൽ ഗേജ്, അതേപോലെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ TFT ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നതാണ്. TFT ഡിസ്പ്ലേ കൺട്രോൾ ആക്കാൻ വേണ്ടി നമുക്കൊരു 4 സ്വിച്ചസും തന്നിട്ടുണ്ട്. ഇത് കുറച്ച് ലോങ് പ്രസ് ആക്കിയെങ്കിൽ നമുക്ക് ട്രിപ്പ് 1, ട്രിപ്പ് 2 അതേപോലെ ഡിസ്പ്ലേയുടെ സെറ്റിങ്സ്, കണക്ടിവിറ്റി സെറ്റിങ്സ് നമുക്ക് ഇതിൽ സെറ്റപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സൈഡിലൊരു ചാർജിങ് സെറ്റപ്പ് USB പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫോണൊക്കെ ചാർജ് ആക്കാൻ വേണ്ടി. അപ്പോൾ മീറ്ററിലെ 2 സൈഡിൽ നമുക്ക് ABS ഇൻഡിക്കേഷൻ, അതേപോലെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ്, അങ്ങനത്തെ 2 സൈഡിലും നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ലൈറ്റിങ്സൊക്കെ കാണാം. പിന്നെ ടാങ്കിലേക്ക് വരുമ്പോൾ നല്ല പുതിയൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ടാങ്ക് ഓൾമോസ്റ്റ് 13 ലിറ്റേഴ്സ് ഓഫ് ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ പുതിയ എക്സ്പൾസിന് ഇരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇത് പഴയ എക്സ്പൾസിന് പോലെയല്ല, ഈ പുതിയ എക്സ്പൾസിന് ലിക്വിഡ് കൂളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റേഡിയേറ്റർ ഫാനൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ അതേപോലെ എഞ്ചിനിലേക്ക് വരുമ്പോൾ നമുക്കൊരു 210cc എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 4 സ്ട്രോക്ക് 4 വാൾവ് ലിക്വിഡ് കൂൾ DOHC, നേരത്തെ പറഞ്ഞ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. മാക്സ് പവർ വരുന്നത് 24.6 PS അറ്റ് 9250 RPM ആൻഡ് മാക്സ് ടോർക്ക് വരുന്നത് 20.7 Nm അറ്റ് 7250 RPM ആണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത് 168 kgs ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് 210 mm റോങ് ട്രാവൽ സസ്പെൻഷൻ. അതേപോലെ ബാക്കിൽ മോണോഷോക്ക് വിത്ത് ലിങ്കേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി, കാരണം നല്ല കംഫർട്ടാണ്. ഒരു ഒരു ലിങ്കേജ് മോണോഷോക്ക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഞാൻ അധികം ഓഫ് റോഡ് അങ്ങനെ പോയിട്ടൊന്നുമില്ല, അധികം ഹെവി ഓഫ് റോഡൊന്നും പോയിട്ടില്ല. പക്ഷേ ഇത് തട്ടാനുള്ള സാധ്യത എനിക്ക് കണ്ടപ്പോൾ തോന്നി. ലൈക്ക് ഹെവി ഓഫ് റോഡൊക്കെ പോകുമ്പോൾ കല്ലൊക്കെ തട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ബട്ട് എനിവേ നല്ല കംഫർട്ടാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഒരു പുതിയ എക്സോസ്റ്റും കാണാം. എൻ്റെ ആ സൗണ്ട് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ സൗണ്ട് കേൾപ്പിങ്ങനെയായിരിക്കും. പഴയ എക്സ്പൾസ് കമ്പയർ ആക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല അടിപൊളി ഡിസൈനാണ്. ബാക്ക് വരുമ്പോൾ കുറച്ച് ഒതുങ്ങിയ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വയ്ക്കാവുന്നതാണ്. സീറ്റ് അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം കുഷൻഡ് സീറ്റാണ്. പില്ലിയന് കുറച്ച് ഹാർഡാണ്, പക്ഷേ ഞാൻ പില്ലിയൻ ഇതുവരെ ഇരുത്തിയിട്ടൊന്നും പോയൊന്നുമില്ല. പിന്നെ അവർ ലഗേജ് വെക്കാനൊരു ക്യാരിയർ തന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് അധികം വെയിറ്റുള്ള ലഗേജ് ഒന്നും വെക്കാൻ പറ്റത്തില്ല. മാക്സിമം ലോഡ് തന്നെ ഇതിൻ്റെ 3 kgs ആണ്. നമുക്ക് ഹെവി ലഗേജൊക്കെ വെക്കണമെങ്കിൽ മോസ്റ്റ്ലി ഇത് മാറ്റേണ്ടി വരും.
വേറെ ആഫ്റ്റർ മാർക്കറ്റ് ലഗേജ് ക്യാരിയർ നമ്മൾ ഇതിൽ ഇടിപ്പിക്കേണ്ടി വരും. ഒക്കെയാണ് ഈ വണ്ടിയുടെ ഓവറോൾ സ്പെക്സും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം കവറാക്കി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. കമ്പയർഡ് ടു പഴയ എക്സ്പൾസ് അത്യാവശ്യം നല്ല ഫ്യൂച്ചേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതേപോലെ ABS ഒക്കെ നേരത്തെ പഴയ എക്സ്പൾസിലൊക്കെ സിംഗിൾ ചാനൽ ABSും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ എക്സ്പൾസിൽ നമുക്ക് സ്വിച്ചബിൾ ഉള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുതിയ എഞ്ചിനാണ് ZMRൻ്റെ, അത് നല്ല എഫിഷ്യൻസി തരുന്നൊരു എഞ്ചിനാണ്. സത്യം പറഞ്ഞെങ്കിൽ നമുക്ക് പഴയ എക്സ്പൾസ് ഓടിച്ചവർക്കൊക്കെ അറിയാം, ഭയങ്കര ലാഗാണ് അത് ഹൈവേയിലൊക്കെ ആണെങ്കിലും. പക്ഷേ ഇത് ഹൈവേയിലാണെങ്കിലും ഏത് റോഡിലാണെങ്കിലും നല്ല കേപ്പബിലിറ്റി ഉള്ള ഒരു എഞ്ചിനാണ്. അത്യാവശ്യം നല്ല കൂളാണ്, നമുക്കങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും തരത്തില്ല. ഇപ്പോൾ ഹൈവേയിലാണെങ്കിലും നമുക്കൊരു കൂളായിട്ട് 80 to 90 ഒരു റേഞ്ചിൽ നമുക്ക് ക്രൂസ് ആക്കാനൊക്കെ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞൊരു പുതിയ ഡിസൈനാണ്, അതുതന്നെ ഒരു പുതിയൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ പറയാണ്. കമ്പയർ ടു പഴയ എക്സ്പൾസിനെക്കാട്ടിൽ ഈ ഡിസൈൻ കുറച്ചുകൂടി അട്രാക്റ്റീവാണ്. പിന്നെ അതേപോലെ നമുക്ക് പുതിയ വണ്ടിക്ക് ഒരു പുതിയ എക്സോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അതും ഭയങ്കര എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല സൗണ്ടാണ്, നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ട് ഇങ്ങനെ പോകാൻ നല്ല അത് ഫീലാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പഴയ മറ്റേ ഇമ്പൾസൊക്കെ ഇല്ല അതേപോലത്തെ ഒരു ഡിസൈനൊക്കെയാണ് തന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഹാൻഡിൽ ബാറാണ്. സത്യം പറഞ്ഞെങ്കിൽ ഇതിന് ഹാൻഡിൽ റൈസർ വെക്കേണ്ടെന്ന് ആവശ്യമില്ല, നല്ല കംഫോർട്ടൊക്കെ അടിപൊളിയാണ്. ലൈക്ക് നമുക്ക് ഒരു എക്സ്ട്രാ വേറൊരു ഹാൻഡിൽ പിടിപ്പിക്കേണ്ട എന്ന് വെച്ചെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പിടിപ്പിക്കാം. പക്ഷേ എനിക്ക് ഈ ഹാൻഡിൽ ബാർ തന്നെ ഭയങ്കര ഒരു കംഫർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് അങ്ങനെ ഫീൽ ആയത്. സംഭവം എന്താ വെച്ചെങ്കിൽ സിമ്പിളായിട്ട് പറയുമെങ്കിൽ വണ്ടി ഭയങ്കര അടിപൊളിയാണ്. വണ്ടി നമുക്ക് ഏത് റോഡിലും നമുക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാം. നമുക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ആക്കേണ്ട ആവശ്യമില്ല. റോഡിലാണെങ്കിലും റോഡിലാണെങ്കിൽ റോഡ്, ഹൈവേ ആണെങ്കിൽ ഹൈവേ, ഓഫ് റോഡ് ആണെങ്കിലും നല്ല സ്മൂത്തായിട്ടാണ് കയറിപ്പോകും വണ്ടി. പിന്നെ വണ്ടിക്ക് പുതിയ എഞ്ചിൻ ഒരു സ്പോർട്സ് വണ്ടിയുടെ ലൈക്ക് ZMR എഞ്ചിനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ ട്യൂണിങ്ങിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഈവൻ ലോ ആൻഡ് ടോർക്കിലും നല്ല ലോ ആൻഡ് ടോർക്ക് പെർഫോമൻസ് ഈ വണ്ടി നല്ലോണം തരുന്നുണ്ട്. നമുക്കൊരു 6th ഗിയർ ആണെങ്കിലും നമുക്കൊരു 60 അല്ലെങ്കിൽ ഒരു 40 നമുക്കിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. പിന്നെ അതേപോലെ തന്നെ കൂളായിട്ട് വണ്ടി കയറിപ്പോവും, അതാണ് സംഭവം. നമുക്കിങ്ങനെ ആക്സിലേറ്റർ കുറച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. സംഭവം ഇങ്ങനെ ലോ ആൻഡ് ടോർക്ക് പെർഫോമൻസ് ഒക്കെ ഭയങ്കര അടിപൊളി. അതെനിക്ക് ഓഫ് റോഡിൽ നല്ല രീതിക്ക് ഹെൽപ്പാകുമെന്ന് തോന്നി. ഞാൻ ഇതുവരെ പോയിട്ടൊന്നുമില്ല. എന്തായാലും നമ്മൾ ഫ്യൂച്ചർ എന്തായാലും പോകുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നെഗറ്റീവിലേക്ക് വരാം. ഓക്കെ, നെഗറ്റീവിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്രയും ഓക്കെ ആയിട്ട് തോന്നിയില്ല. എന്നുവെച്ചെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കാണാം, ഈ വയറിംഗ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെയൊക്കെ ചില സ്ഥലത്തൊക്കെ ഫീൽ ആകുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്സ് ആയാലും യൂസ് ആയിക്കണമെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും ഭയങ്കര താഴേക്ക് ഇങ്ങനെ പൊട്ടുമെന്നൊരു ഫീല് പോലെ നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. സോ ക്വാളിറ്റി വൈസ് എനിക്ക് അത്ര എന്ന് വെച്ചെങ്കിൽ ഓക്കെ ആയിട്ട് ഫീൽ ആയില്ല. പിന്നെ എന്ന് വെച്ചെങ്കിൽ ഈ TFT ഡിസ്പ്ലേയിൽ നമുക്ക് മെയിൻ ഒരു ഇഷ്യൂ വരുന്നത് വെച്ചെങ്കിൽ വെയിലത്തൊക്കെ ഓടിക്കുമ്പോൾ ഇത് അത്ര വിസിബിൾ അല്ല. ആൻഡ് ഓൾസോ വേറൊരു നെഗറ്റീവ് വെച്ചെങ്കിൽ എൻ്റെ ഫ്യൂവൽ ഗേജില്ലേ, അതെനിക്ക് അത്ര പ്രോപ്പറായിട്ട് അല്ല കാണിക്കുന്നത്. ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് വീണ്ടും ഒന്ന് ഓണാക്കുമ്പോൾ ഈ ഫ്യൂവൽ കുറഞ്ഞതായിട്ട് കാണിക്കും, പിന്നെ കുറച്ച് കൂടിയതായിട്ട് കാണിക്കും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അതെനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കൊന്നറിയില്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. പിന്നെ ബാക്കി കണക്ടിവിറ്റിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. വേറൊരു ഇഷ്യൂസ് എനിക്കൊന്നും ഫീൽ ആയില്ല. മറ്റേ മ്യൂസിക് കൺട്രോൾ അതേപോലെ തന്നെ നാവിഗേഷനും അതിലും എനിക്കൊന്നും സീനൊന്നുമില്ല. പിന്നെ അതേപോലെ പറയുന്നതാണെങ്കിൽ നമുക്ക് ഈ വിൻഷീൽഡും അതിനകത്ത് എനിക്ക് അത്ര വലിയ പ്രൊട്ടക്ഷനായിട്ട് ഫീലൊന്നും ആയില്ല. ഇത് കണ്ണിലേക്കാണ് മറ്റേ ഇങ്ങനെ വിൻ ബ്ലാസ്റ്റ് അടിക്കുന്നത്. സോ അതെനിക്ക് അത്ര ഒരു അടിപൊളി വിൻഷീൽഡായിട്ട് എനിക്കൊന്നും ഫീലൊന്നും ആയില്ല. പിന്നെ വേറെ ഒന്ന് പറയുകയാണെങ്കിൽ ഈ മഡ് ഗാർഡ് അത്യാവശ്യം ഇത് ചെളി എന്തായാലും തെറിക്കും. ഇതിനൊരു എക്സ്റ്റൻഡർ കിട്ടും ആഫ്റ്റർ മാർക്കറ്റിൽ, അത് വെച്ചെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു നെഗറ്റീവ് എന്ന് വെച്ചെങ്കിൽ എനിക്ക് ഇവിടെ ആയിട്ട് മേ ബി ഇതിൻ്റെ റേഡിയേറ്റർ ഇവിടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഇവിടെ ആയിട്ട് ഒരു ഹീറ്റിംഗ് ഇടയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിക്ക് ഫീൽ ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ തുടക്കിയിട്ടാണ് ഈ ഹീറ്റിംഗ് ഫീൽ ആകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ലോങ്ങൊക്കെ പോകുമ്പോൾ കൂടുതലും ഷോർട്സ് ഇടാൻ ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ സജസ്റ്റ് ആക്കാറില്ല. അല്ലെങ്കിൽ കുറച്ച് അത് ഹെവി ആയിട്ട് കുറച്ച് അടിക്കും, കുറച്ച് കട്ടിയുള്ള തുണി ഇട്ടിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് ഹെവി ഹീറ്റിംഗ് ഒന്നുമില്ല, ബട്ട് അത് കുറച്ച് ഡിസ്കംഫർട്ട് ആക്കും നമുക്ക് ലോങ്ങൊക്കെ പോകുമ്പോൾ. പിന്നെ ഓടിച്ച് പിന്നെ അത് സെറ്റ് ആവുന്നതായിരിക്കും. പക്ഷെ എന്നാലും അതെനിക്കൊരു നെഗറ്റീവായിട്ട് ഫീലായി.
പിന്നെ വേറെ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ആകുന്നത് എൻ്റെ ടയർസാണ്. ടയർസ് അത്ര എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ആയില്ല. ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ചെറിയ ചറലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ റോഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു സ്കിഡാകുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ആകും. സോ അത് എനിക്ക് ഗ്രിപ്പും എനിക്ക് അത്ര ഓക്കെ ആയിട്ട് ഫീൽ അല്ല. അത് എനിക്കൊരു നെഗറ്റീവായിട്ടാണ് തോന്നിയത്. പിന്നെ ബാക്കി ഓവറോൾ പെർഫോമൻസിൽ എന്ന് വെച്ചാൽ എൻജിൻ വൈസും ബാക്കി സ്റ്റെബിലിറ്റി ഒക്കെ കാര്യത്തിൽ ഈ വണ്ടി ഭയങ്കര അടിപൊളിയാണ്. ബട്ട് ഇതൊക്കെ പിന്നെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും ടെസ്റ്റ് ഡ്രൈവൊക്കെ എടുത്തിട്ട് മേടിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ നമുക്ക് കിട്ടുന്നത്. അതേപോലെ നമുക്ക് ഓൾറെഡി അറിയാം, ഇപ്പോൾ പുതിയൊരു TVSൻ്റെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ടൂറർ മാത്രമായിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടിയിലേക്ക് പോകാം. ടെസ്റ്റ് ഡ്രൈവൊക്കെ എടുത്തിട്ട് ഓൾറൗണ്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി തന്നെ എടുക്കാം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത്. പിന്നെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് ഞാൻ പറയാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ നൈറ്റ് അങ്ങനെ ഓടിച്ചിട്ടില്ല. അപ്പോൾ അത് ഓടിച്ചിട്ട് നമുക്ക് വേറൊരു സെപ്പറേറ്റ് ഞാൻ എന്തെങ്കിലും ഷോർട്സ് ആയിട്ട് വല്ല ഇടുന്നതായിരിക്കും ഇങ്ങനെ ബ്രൈറ്റ്നസ്സിനെ കുറിച്ചൊക്കെ പറ്റിയിട്ട്. പിന്നെ മൈലേജ് കമ്പനി പറയുന്നത് ഓൾമോസ്റ്റ് 37 km/L. പക്ഷേ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷേ ഇതിൽ മീറ്റർ കൺസോളിൽ നോക്കിയപ്പോൾ എനിക്ക് 37 റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട് കാണിക്കുന്നത്. പക്ഷേ അത് അത്ര അക്യൂറേറ്റ് ആണെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഡിസ്പ്ലേ കണക്ടിവിറ്റിനെ കുറിച്ച് ഞാനൊരു വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. കണക്ടിവിറ്റി എങ്ങനെ ഈ കണക്ട് ആക്കുന്നത് പറ്റി കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ എന്തായാലും ഈ ചാനലിൽ നിന്നാണ് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. വേറൊരു നെഗറ്റീവ് കൂടെ എനിക്ക് പറയാനുള്ളത് വെച്ചെങ്കിൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ക്വാളിറ്റി അത്ര അടിപൊളിയാണെന്നില്ല. ചില വെള്ളമൊക്കെ ഇങ്ങനെ മഴയത്തൊക്കെ നിർത്തി ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം നിൽക്കുന്നല്ല, മറ്റേ മഞ്ഞ് പോലത്തെ പരിപാടിയില്ലേ, മഞ്ഞ് കയറുന്ന പോലെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ ഈ ഇൻഡിക്കേറ്റർ ഇഷ്യൂ ഒന്നും ആയിട്ടില്ല. പക്ഷേ എന്നാലും അത് എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീലായി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സൊക്കെ. ഓവറോൾ എനിക്ക് പേഴ്സണലി ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും എനിക്ക് ഓക്കെയാണ് ഈ വണ്ടി. എനിക്ക് ഭയങ്കര ഓടിക്കാനടുത്ത് നല്ല കംഫർട്ടാണ് സത്യം പറഞ്ഞിരിക്കുന്നത്. നമുക്കങ്ങനെ മെയിൻലി അതാണ്, നമുക്ക് ഭയങ്കര സ്റ്റെബിലിറ്റിയും ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഫ്യൂച്ചറിൽ ഈ ടയറും കൂടിയൊക്കെ മാറ്റെങ്കിൽ കുറച്ച് നൈസായിട്ട് അടിപൊളിയാകും വണ്ടി. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ്സൊക്കെ. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പുതിയ എക്സ്പൾസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.